ഒരു ഗ്രാഫിക് ഡിസൈൻ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. പ്ലസ് അവർ ശ്രദ്ധിക്കപ്പെടാനുള്ള കുറച്ച് ടിപ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോ ആണ്. ഈ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾ ഉണ്ടാവണം. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഒരു PDF ഫയലാവാം, വേണമെങ്കിൽ നമ്മുടെ പേരിലൊരു വെബ്സൈറ്റ് ആയിട്ട് വേണമെങ്കിൽ തുടങ്ങാം. ഈ ഒരു പോർട്ട്ഫോളിയോ ആണ് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വർക്കുകളായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ എഫക്റ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യാം, ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമൽ അല്ലെങ്കിൽ നോർമൽ റെസ്യൂമി. ഈ റെസ്യൂമി നമ്മൾ സാധാരണ എല്ലാ ജോബിനും കൊടുക്കുന്ന പോലത്തെ റെസ്യൂമി തന്നെയാണ്. പക്ഷേ അതിൽ നമ്മൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. നമ്മളുടെ പോർട്ട്ഫോളിയോ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അതിലേക്കുള്ള ഒരു ലിങ്കും കൂടെ ആഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു PDF ആണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്കിൽ അതും കൂടെ ചേർത്ത് അപ്ലോഡ് ചെയ്യുക. അടുത്തത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രിയേറ്റീവ് റെസ്യൂമി. ക്രിയേറ്റീവ് റെസ്യൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ റെസ്യൂമി പോലെയല്ല, അതിൽ കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഒരു ഫോർമൽ റെസ്യൂമിയിൽ നമ്മൾ ഒരു വെള്ള പേപ്പറിൽ ജസ്റ്റ് അല്ലെങ്കിൽ വെള്ള ഒരു സ്ക്രീനിൽ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയായിരിക്കും. ഇതിൽ നമ്മൾ കളർ കാണും, പല ഡിസൈനുകൾ കാണും, പിന്നെ നമ്മുടെ ഫോട്ടോ നമ്മൾ സാധാരണ നിൽക്കും പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ കാഷ്വൽ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കും. ഞാൻ ഫോർമലും ഇതും വേണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്രിയേറ്റീവ് റെസ്യൂമി ചില കമ്പനികൾ ചോദിക്കും, അപ്പോൾ നമുക്ക് കൊടുക്കാം. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ചിലപ്പോൾ അവർ നോക്കുന്നത് ഒരു നോർമൽ റെസ്യൂമി ആയിരിക്കും. അതുകൊണ്ട് ക്രിയേറ്റീവ് റെസ്യൂമി നിങ്ങൾ ചെയ്ത് വയ്ക്കുക, അത് ചോദിക്കുന്നിടത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിലും നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്കുള്ള ലിങ്ക് വയ്ക്കുക. നാലാമത്തത് ഇൻ്റർവ്യൂ വരെ എത്തിയാലുള്ള കാര്യമാണ്. ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുന്ന സമയത്ത് സാധാരണ എല്ലാ ഇൻ്റർവ്യൂവിലും പാലിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിക്കണം. അതിനൊപ്പം നമ്മളൊരു പ്രിൻ്റഡ് പോർട്ട്ഫോളിയോ കൂടെ കൊണ്ടുപോകണം. നമ്മളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് വർക്കുകൾ, പെട്ടെന്ന് അവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ കുറച്ച് വർക്കുകൾ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുപോകണം. പ്രിൻ്റ് ചെയ്യേണ്ട രീതികളും അത് ഡിസൈൻ, നമ്മൾ സാധാരണ വെറുതെ വർക്ക് പ്രിൻ്റ് ചെയ്തുകൊണ്ട് പോയാൽ പോരാ, അത് ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഒരു സ്പൈറൽ ബൈൻഡ് ചെയ്തോ അല്ലാതെ പെർഫെക്റ്റ് ബൈൻഡിങ് ചെയ്തോ കൊണ്ടുപോകാം നമുക്ക്. അതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാർഷിനെ കോൺടാക്റ്റ് ചെയ്യാം. ഇവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് റെസ്യൂമി നിങ്ങൾക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കാർഷിനെ സമീപിക്കാം. തുച്ഛമായ വിലയിൽ ഇവർ നല്ല ക്വാളിറ്റി ഡിസൈൻ ആയിരിക്കും ചെയ്തു തരുന്നത്. നമ്മുടെ ഈ പ്രിൻ്റഡ് പോർട്ട്ഫോളിയോയും നമ്മുടെ ക്രിയേറ്റീവ് റെസ്യൂമി ആയിരിക്കും ഇവർക്ക് നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സാധനം. അപ്പോൾ ഏറ്റവും നന്നാക്കി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ വരും. അതുവരെ സ്റ്റേ ഇൻസ്പയർഡ്.